ഗുഡ് മോർണിംഗ് ആൾ. ട്രൂ വെൽത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മധുസൂദൻ എന്നാണ്. 2006 മുതൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ രംഗത്ത് ഞാൻ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഒരാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം സാറ്റിസ്ഫാക്ഷൻ അല്ലാതാവുന്ന പക്ഷം, ആ കമ്പനിയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡീലിങ്സിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലാത്ത പക്ഷം ആൾ ഹെൽത്ത് ഇൻഷുറൻസ് നിർത്തി പോകാറുണ്ട്. അവർക്ക് തോന്നും ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അത്ര നല്ലതല്ല, എനിക്ക് വേറെ കമ്പനിയിലേക്ക് ചേരണം. അപ്പോൾ ഇതിൽ ചെയ്യുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ഇങ്ങനത്തെ എന്തെങ്കിലും ബെറ്റർ എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് അവർ ആ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് വേറെ ഒരെണ്ണം തുടങ്ങുകയാണ് ചെയ്യുക. അവിടെയാണ് ഏറ്റവും വലിയ അബദ്ധം അവർക്ക് സംഭവിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ എടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. പകരം ആ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവിടെ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്തുകൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എടുത്ത് 24 മാസം കഴിഞ്ഞാൽ മാത്രമേ ഫുൾ കവറിലേക്ക് വരുള്ളൂ. ഇപ്പോൾ ഈ 2 വർഷം ചിലപ്പോൾ ക്ലെയിം ഒന്നും ഉണ്ടായില്ല എന്ന് വരും. ചിലപ്പോൾ 3rd ഇയർ ആയിരിക്കും ക്ലെയിം വരുന്നത്. ആ 3rd ഇയർ ക്ലെയിം വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് വരുന്നത് ആ സെയിം കമ്പനിയിൽ തന്നെ. അപ്പോഴായിരിക്കും നമ്മൾ പറയുക നമുക്ക് ആ കമ്പനിയുടെ ആവശ്യമില്ല, സേവനം ആവശ്യമില്ല, നമുക്കത് വെറുത്ത് ഇതിലേക്ക് ഏജൻറ്റിൻ്റെ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തന്നെ എന്തെങ്കിലും അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് എന്തെങ്കിലും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് വന്നിട്ട് നമ്മളത് നിർത്തി പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. അപ്പോൾ അങ്ങനെ വരുന്ന പക്ഷം നമ്മൾ ഒരു കാരണവശാലും അത് നിർത്തി പോകരുത്, ടെർമിനേറ്റ് ആക്കി പോകരുത്. അതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് പോർട്ട് ചെയ്തുകൊണ്ട് വെക്കുക. അത് മറ്റൊരു കമ്പനിയിലേക്ക് നമ്മൾക്ക് പോർട്ട് ചെയ്യാൻ കഴിയും. ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ് പോർട്ട് ചെയ്യാൻ, ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഒരു ഏജൻറ്റിനെ കാണുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ ഏതോ കമ്പനി എന്ന് വെച്ചാൽ ആ കമ്പനി ഡയറക്റ്റായിട്ട് പോയി അവരെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. പോർട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ആ സീനിയോറിറ്റി മുഴുവനും നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ 2 വർഷം 3 വർഷം ആയിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 വർഷം മൂന്നാമത്തെ വർഷം നമ്മൾ ഫുൾ കവറിലേക്ക് വന്നിട്ടുണ്ടാവും. ആ ഫുൾ കവറിലും അതേപോലെ തന്നെ നമുക്ക് തുടർന്നും ആ മറ്റേ കമ്പനിയിലും ഇപ്പോൾ എവിടെയാണോ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും ഹെൽത്ത് ഇൻഷുറൻസ് നിർത്തിയിട്ട് അടുത്ത കമ്പനിയിൽ പോയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കരുത്. രണ്ടാമത്തെ കാര്യം പറയാമെന്ന് വെച്ചാൽ, നമ്മൾ ബാങ്കുകളിലും പല സ്ഥാപനങ്ങളിലും പോയി ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. എടുക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ഇൻഷുറൻസിലാണോ നമ്മളതിൽ പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണ്. ഗ്രൂപ്പ് ഇൻഷുറൻസിൽ പെട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ്. കൊടുക്കുന്ന പക്ഷം ഒരേ പ്ലാൻ തന്നെ, ഒരേ കമ്പനിയുടെ ഒരേ പ്ലാൻ തന്നെ പല സ്ഥാപനങ്ങളും കൊടുക്കും. ഇപ്പോൾ ബാങ്കിൽ നിന്നും കിട്ടും, നമുക്ക് പുറത്തൊരു ഏജൻറ്റിൻ്റെ അടുത്ത് നിന്നും കിട്ടും, അല്ല നമുക്ക് ഓൺലൈനായിട്ടും എടുക്കാം. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്, അവിടുന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഈ കിട്ടുന്ന എല്ലാ പ്ലാനിലും സെയിം പ്ലാൻ തന്നെയായിരിക്കും ഒരു കമ്പനിയുടെ നമുക്ക് ഓഫറായിട്ട് വരുന്നത്. പക്ഷേ റേറ്റ് വ്യത്യാസം വരുന്നുണ്ടാവും. അതിലൊക്കെ ഒരു 3000-4000 രൂപയുടെ വ്യത്യാസത്തിൽ നമ്മളെടുക്കാൻ തയ്യാറാവും. അങ്ങനെ ഒരു വ്യത്യാസം വരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഏജൻറ്റ് അടുത്ത് എടുക്കുന്ന എമൗണ്ട് ആയിരിക്കില്ല ചിലപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് എടുത്തത്. ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു പോളിസിയുടെ പ്രീമിയം ആയിരിക്കില്ല നമുക്ക് ഒരു ഓൺലൈൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓൺലൈൻ എന്നുള്ള ഓഫർ വരുന്നത്. അങ്ങനെ പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും. പക്ഷേ ഒരു ഡയറക്റ്റായിട്ട് ഒരു ഏജൻറ്റ് എടുക്കുന്നോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് എടുക്കുന്ന പക്ഷം ഭയങ്കര വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക. കാരണം വെച്ചാൽ ഒരേ പ്ലാൻ തന്നെ ഇപ്പോൾ റോബോട്ടിക് സർജറി ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ ഒരു സ്ഥലത്ത് കിട്ടുന്നതിലുണ്ടാവും, പക്ഷേ മറ്റേ സ്ഥലത്ത് കിട്ടുന്നതിലും റോബോട്ടിക് സർജറി ഉണ്ടാവില്ല. ആയുഷ് ട്രീറ്റ്മെൻറ്റ് അപ് ടു സംബന്ധിച്ചോടെ വരെ ഒരു സ്ഥലത്ത് കിട്ടുന്നതിലുണ്ടാവും, പക്ഷേ മറ്റേതിൽ അതുണ്ടാവില്ല. അങ്ങനെ പല വ്യത്യാസങ്ങളായിട്ട് കാണാം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന്. ഇപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ പല സ്ഥലത്തും ഗ്രൂപ്പ് ഇൻഷുറൻസ് പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10-23 രൂപ പ്രീമിയം ഒറ്റ വർഷം കൊണ്ട് കൂടിയ സംഭവങ്ങളൂടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നോക്കുക ഇത് പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്, പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലില്ല. അതൊരു ട്രാപ്പായി പോകും, നമ്മളതിൽ പെട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അതവിടെ നിർത്തിയിട്ട് പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം വരും. എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി. ആൾ അവിടെ നിർത്തിയതിന് ശേഷം എൻ്റെ അടുത്ത് നിന്ന് എടുത്തു. പക്ഷേ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 24 മാസം പിന്നെയും വെയിറ്റിംഗ് പീരീഡ് വരും. പക്ഷേ ആളത് സഹിക്കാൻ തയ്യാറായിരുന്നു. 10-23 രൂപയുടെ ഡിഫറൻസ് വന്നു ആ പ്രായത്തിൽ. 50 വയസ്സ് 60 വയസ്സിന് മുകളിലുള്ള ആളാണ്. 10-23 രൂപയുടെ ഡിഫറൻസ് വന്നപ്പോൾ ആൾക്കത് താങ്ങിയില്ല. അതുകൊണ്ടാണ് ആൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ, എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ഒരു കാരണവശാലും നിർത്താതെ നമുക്ക് ആ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ അടുത്ത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു കമ്പനി നമ്മൾ ചൂസ് ചെയ്ത് അതിലേക്ക് പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പോർട്ട് ചെയ്ത് പോകുന്ന പക്ഷം നമ്മൾ വിത്ത് സീനിയോറിറ്റി അടക്കം നമുക്ക് എല്ലാവിധ കാര്യങ്ങളും ആനുകൂല്യങ്ങളും മറ്റേ കമ്പനിയിൽ തുടരാവുന്നതാണ്. തുടരുന്ന കമ്പനിയിലെ പ്ലാനുകൾ വളരെയധികം കൃത്യതയോടെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം അവിടെ പോയി ജോയിൻ ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.